എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മുമ്പ് ബസ്സോ ട്രെയിനൊക്കെ ചൂസ് ചെയ്തിരുന്നവരാണ് നിങ്ങൾ. അങ്ങനെ ഇരിക്കുക നിങ്ങൾക്ക് ബൈക്ക് വാങ്ങണമെന്നൊരു ആഗ്രഹം തോന്നി. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു, നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു, അത്യാവശ്യം മോശമില്ലാത്തൊരു ബൈക്ക് കണ്ടു. അതുപോലെ ആൾക്കാരുടെ സജഷൻസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ എങ്ങനെയോ ഈ ഒരു ബൈക്കിലേക്ക് എത്തിപ്പെട്ടു. ഇപ്പോൾ ഈ വണ്ടി നിങ്ങളുടെ വീടിൻ്റെ പോർച്ചിലുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നാളെ നിങ്ങൾക്ക് എക്സാമാണ്. നാളെ എക്സാം ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ചൂടും കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാതെ ടി വിയുടെ മുന്നിലിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ടി വിയുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ മുന്നിലൂടെ പാസ് ചെയ്യാണ്. നിങ്ങളോടൊന്നും പറയുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയും മുന്നിലൂടെ പാസ് ചെയ്യാണ്. നിങ്ങളോടൊന്നും പറയുന്നില്ല, നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഇവരുടെ ഈ ഒരു പ്രസൻസ്, അവരുടെ ആ ഒരു ചെറിയൊരു നോട്ടം തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കും. കാരണം നാളെ എക്സാമാണ്, നിങ്ങളൊന്നും പഠിച്ചില്ല, നിങ്ങളൊന്നും പഠിക്കാതെ നിങ്ങൾ ടി വിയുടെ മുന്നിൽ ഇരിക്കുകയാണ് എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അവരൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ പാരൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ബുക്കിൻ്റെ മുന്നിൽ പോയിരിക്കും. എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ പഠിക്കും, ചിലപ്പോൾ നിങ്ങൾ പഠിക്കില്ല. പക്ഷേ ആരെയൊക്കെ ബോധിപ്പിക്കാനും സ്വയം ഒരു ഗിൽട്ട് ഇല്ലാതിരിക്കാനും നിങ്ങൾ ബുക്കിൻ്റെ മുന്നിൽ പോയിരിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. ഈ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നുപോയവരായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ലീവാണ്, നിങ്ങൾ രാവിലെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഈ വണ്ടി നിങ്ങളുടെ പോർച്ചിൽ കണ്ടപാടെ ഈ വണ്ടി, ഇതിൻ്റെ ലുക്ക്, ഇത് നിങ്ങളോടൊന്നും പറയുന്നില്ല. പക്ഷേ വണ്ടിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാക്കുകയാണ്. വെറുതെ വീട്ടിലിരിക്കല്ലേ, എങ്ങോട്ടെങ്കിലും പോകുന്നു. നിങ്ങൾ നേരെ വണ്ടി എടുക്കുന്നു, നിങ്ങൾ എങ്ങോട്ടെങ്കിലും വിടുന്നു. ആദ്യത്തെ ഒരു ചെറിയ റൈഡായിരിക്കും. ആ റൈഡ് പോയി തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ചെറിയ റൈഡുകൾ പോയാൽ പോരാ, ലോങ് റൈഡുകൾ പോകണമെന്ന്. അങ്ങനെ പതിയെ ഓരോ ആഴ്ചയും നിങ്ങൾ നിങ്ങളുടെ യാത്രയുടെ ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടിരിക്കും. യാത്രയൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പതിയെ വണ്ടി ഓടിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ദൂരയാത്രകൾ കൂടുതലായി എൻജോയ് ചെയ്ത് തുടങ്ങും. യാത്ര ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി തരാൻ ഈ ഒരൊറ്റ ബൈക്ക് മതി. ഹിമാലയൻ വാങ്ങുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സാധാരണ ഏതൊരു ബൈക്കും വാങ്ങുന്ന പോലെയല്ല, ഇതൊരു മെൻറ്റാലിറ്റിയാണ് ഹിമാലയൻ ചൂസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഞാനിപ്പം വിസ്ട്രോം ഓണറാണ്. എനിക്ക് എൻ്റെ വണ്ടി ട്രാഫിക്കിലും കൊണ്ടുപോകാം, അതുപോലെ തന്നെ അത്യാവശ്യം ലോങ് റൈഡും പോകാം, വേണ്ടി വന്നാൽ ചെറിയ ഓഫ് റോഡും ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും ട്രാഫിക്കിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് മെൻറ്റാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം. ചില സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്നൊരു മാറ്റവും കൂടിയാണ്. അത് നമ്മൾ ഒറ്റ തവണ കാണുന്ന സമയത്ത് ഒരു സീരിയസ് ബൈക്കാണ്, ഹെവിയാണ്, അതുപോലെ തന്നെ നല്ല റോഡ് പ്രസൻസ് ഉണ്ട്, പിന്നെ അത്യാവശ്യം പവർഫുള്ളാണ്. വണ്ടി ഒറ്റത്തവണ ഓടിച്ചാലൊന്നും നമുക്ക് ആ പവർ ഫീൽ ചെയ്യില്ല. കാരണം ഇത് ഹെവി ആയതുകൊണ്ടും നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടും ആദ്യം എടുക്കുമ്പം നമ്മൾ 1 or 2 ഗിയർ ഇട്ടിട്ട് മാത്രമേ വണ്ടി ഓടിക്കുള്ളൂ. ശരിക്കും ഫണ്ണ് തുടങ്ങുന്നത് 3rd ഗിയറിന് ശേഷമാണ്. ഇത് നമുക്ക് ട്രാഫിക്കിലൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ഒക്കോഡ് ഫീലിംഗ് ആണ്. കാരണം നിങ്ങളൊരു ചെറിയ ബൈക്കിൽ നിന്ന്, സ്മോളർ CC ബൈക്കിൽ നിന്നൊക്കെ ലൈറ്റർ ബൈക്കിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നമുക്ക് യൂട്ടേൺ എടുക്കുന്ന സമയത്തും പാർക്കിങ്ങിലൊക്കെ വണ്ടിയുടെ വെയിറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സ്ലോ സ്പീഡിൽ വണ്ടി ടോപ്പിൾ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ക്ലിപ്പ് കാണിച്ചു തരാം. മാനേജ് ചെയ്തില്ലെങ്കിൽ മറിഞ്ഞ് വീഴുക തന്നെ ചെയ്യും. ചില സമയത്ത് നമ്മളല്ല വണ്ടി ബാലൻസ് ചെയ്യുന്നത്, വണ്ടി നമ്മളാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ആദ്യത്തെ റൈഡിൽ നമ്മളെ ഒട്ടും ഇമ്പ്രസ് ചെയ്യില്ല. പതിയെ തലയിൽ കയറുന്നൊരു ടൈപ്പാണ്. എനിക്കങ്ങനെയായിരുന്നു. ആദ്യത്തെ റൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 1st ഉം 2nd ഗിയർ ഇട്ട് മാത്രമാണ് ഓടിച്ചത്. വണ്ടിയുടെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സിറ്റിയിലായിരുന്നു, നല്ല ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് എനിക്ക് പറ്റിയ, എൻ്റെ ക്യാരക്ടറിന് പറ്റിയൊരു വണ്ടിയല്ല എന്നാണ് ആദ്യം എനിക്ക് ഫീൽ ചെയ്തത്. ഹിമാലയൻ ഒരിക്കലും ഒരു ഫാസ്റ്റ് ബൈക്കല്ല, പക്ഷേ സ്ലോ ബൈക്കുമല്ല. 165 മേലെ ടോപ്പ് സ്പീഡുള്ള ഒരു ബൈക്കിനെ കുറിച്ച് ഇത് ഫാസ്റ്റ് ബൈക്കല്ല എന്ന് ഞാൻ പറയുന്നു. ഇവൻ എന്ത് കൊണയാണ് ഈ അടിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ആക്ച്വലി ഈ വണ്ടിയുടെ ക്യാരക്ടർ സ്പീഡിനേക്കാളും റൈഡിങ് ഫീലാണ്. KTM പോലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഇത് തരില്ല, 100% ഉറപ്പാണ്. അതുപോലെ തന്നെ വിസ്ട്രോം പോലത്തെ ഒരു സ്മൂത്ത്നെസ്സും ഇല്ല. ഞാൻ ഒരു വിസ്ട്രോം ഓണർ ആയതുകൊണ്ടാണ് വിസ്ട്രോമുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇത് രണ്ടിനും ഇല്ലാത്തൊരു കാംനെസ്, ഒരു സമാധാനമുണ്ട്. അത് എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്തു. നമ്മളൊരു ലോങ് റൈഡ് പോവാണ്, നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരണം എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് കുറയും. നിങ്ങൾ പകരം പോകുന്ന വഴികൾ കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങും, ചുറ്റും നോക്കാൻ തുടങ്ങും. കുറച്ചും കൂടെ സമാധാനവും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് മാറും. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ഹിമാലയനിൽ നമ്മൾ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. ഇപ്പോൾ പ്രാക്ടിക്കലി നോക്കുന്നതാണെങ്കിൽ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അവന് ലോങ് റൈഡ് പോകുന്ന സമയത്ത് 33.6 ആണ് ആവറേജ് മൈലേജ് കിട്ടിയത്.
അത് നമ്മൾ ഇവിടുന്ന് വാൽപ്പാറ പോയപ്പോൾ കിട്ടിയ മൈലേജാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, അത്യാവശ്യം വളവും തിരിവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റൂട്ടാണ്. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെയാണ് റൈഡ് ചെയ്തത്. എന്നിട്ടും ആ ഒരു മൈലേജാണ് കിട്ടിയത്. അത് ഒരു 450 cc അത്യാവശ്യം കിടില മൈലേജാണ്. മറ്റ് ബൈക്കുകൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്ന സമയത്ത് ഇത് നമുക്ക് റൈഡ് ചെയ്യാനുള്ള ഒരു മടുപ്പ് തന്നെ മാറ്റിക്കളയും. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ദൂരം കൂടുതലാണ്, എപ്പോൾ അവിടെ എത്തും, അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയും. ഇത്രയും നേരം റൈഡ് ചെയ്യണമെന്നുള്ള ചിന്ത പോലും നമുക്കുണ്ടാവില്ല. റൈഡർ അല്ലാത്ത ഒരാളെ പോലും ഇവൻ റൈഡർ ആക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, എവിടെ പോയാലും ട്രെയിൻ മാത്രം നോക്കുന്നൊരു സുഹൃത്ത്. അവൻ റീസെൻ്റായിട്ട് സ്പിതി പോയി. ഹിമാലയൻ എടുത്തതിന് ശേഷമാണ് പോയത്. അവൻ ഇവിടുന്നേ വണ്ടി ഓടിച്ചുകൊണ്ടാണ് സ്പിതിയിലേക്ക് പോയത്. വേറെ ഏതെങ്കിലും റൈഡേഴ്സ് ആണെങ്കിൽ അവർ വണ്ടി അങ്ങോട്ടേക്ക് പാർസൽ ചെയ്ത് അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് വണ്ടി എടുത്ത് സ്പിതി കാണുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഇവന് റോഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നേ വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് വിട്ടു. ആ ഒരു ലെവലിലേക്ക് അവൻ്റെ മൈൻഡ് സെറ്റ് മാറി. അത് ഈ വണ്ടി പർച്ചേസ് ചെയ്തതിന് ശേഷമാണ്. ഇനി ലീവ് കിട്ടിയാൽ അവൻ നോക്കുന്നത് അടുത്ത ലോങ് റൈഡ് അവിടെ പോകാമെന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും കേട്ട് ഇതൊരു പെർഫെക്റ്റ് ബൈക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വെയിറ്റ് ഉണ്ട്. സിറ്റി റൈഡിൽ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നല്ല ടയർഡാവും. അതുപോലെ തന്നെ ഹീറ്റ് ഫീൽ ചെയ്യും. ഷോർട്ട് റൈഡേഴ്സ് ആണെങ്കിൽ കോൺഫിഡൻസ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. കാരണം സീറ്റ് ഹൈറ്റ് കൂടിയത് കൊണ്ടല്ല, നമ്മൾ കുറച്ചും കൂടെ ടോളറാണെങ്കിൽ നല്ല വെയിറ്റുള്ള വണ്ടി മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സർവീസ് എക്സ്പീരിയൻസ് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. പലയിടത്തുനിന്നും പല ടൈപ്പ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ഒരു ടാപ്പ് ആൻഡ് നോയ്സിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോയ്സ്റ്റിക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ജോയ്സ്റ്റിക്കിൻ്റെ അവർ പറഞ്ഞപ്പോൾ തന്നെ വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്ത് തന്നു. പക്ഷേ ടാപ്പ് ആൻഡ് നോയ്സ് ഇതുവരെ മാറിയിട്ടില്ല. അത് വണ്ടിയുടെ ക്യാരക്ടറാണ്. അത് എവിടെ കാണിച്ചാലും മാറാൻ ചാൻസ് കുറവാണെന്നും അഥവാ തൽക്കാലം മാറിയാലും പിന്നെ എപ്പോഴെങ്കിലും അത് തിരിച്ചു വരുമെന്നും നന്നായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകെ കൂടുതൽ പോയില്ല. അതുകൊണ്ട് വേറൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് എപ്പോഴെങ്കിലും ടാപ്പ് ആൻഡ് നോയ്സ് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് കേൾക്കും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് 2 വർഷമായിട്ട് വേറെ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആകെ വന്നത് ആദ്യം വണ്ടി എടുത്ത സമയത്ത് ഈ ഒരു സാധനം, ഈ ഒരു ബെൻഡ് വന്നതാണ്. ഇതെന്തുകൊണ്ടാണ് വന്നതെന്നറിയില്ല. കാരണം ഓഫ് റോഡ് ഇറക്കുന്നതിന് മുന്നേ ആണ്. ഓഫ് റോഡ് പോകാത്തൊരു വണ്ടിയായിരുന്നു. ഓഫ് റോഡ് തീരെ ഇറക്കിയിട്ടില്ല. അന്ന് വന്ന ബെൻഡാണിത്. ഇത് നോർമൽ റൂട്ടിലെ കുഴിയിൽ നിന്ന് പറ്റിയ ബെൻഡാണ്. അപ്പോൾ ഒരു 450 cc വണ്ടി അത്യാവശ്യം നല്ല പാക്കേജായിട്ട് 4 ലക്ഷം രൂപയുടെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു ഡെൻറ്റ് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വണ്ടിയുടെ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡ് ഇതിൻ്റെ ക്വാളിറ്റി കുറച്ചു എന്നാണ്. അപ്പോൾ വണ്ടി പർച്ചേസ് ചെയ്തതിന് ശേഷം ഇത് സംഭവിച്ചപ്പോൾ നല്ലൊരു പേടി ഉണ്ടായിരുന്നു. ഇനി വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് പറ്റുമോ, അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടിനുണ്ടായിരുന്നു. ഇപ്പം വണ്ടി എടുത്തിട്ട് 2 വർഷമായി. ഇതുവരെ ഒരു സിംഗിൾ കംപ്ലൈൻറ്റ് പോലും ഇല്ല. നമ്മുടെ ജോയ്സ്റ്റിക്കിൻ്റെ പറഞ്ഞു, അതുപോലെ തന്നെ റിം ബെൻഡായത് പറഞ്ഞു. അതുകൂടാതെ വേറൊരു ഇഷ്യൂസും കാര്യങ്ങളും വണ്ടിയുടെ ഭാഗത്തുനിന്നില്ല. പിന്നെ ടാപ്പറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ ക്യാരക്ടറാണ്. അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അതൊരു കംപ്ലൈൻ്റ് അല്ല. ഹിമാലയൻ എല്ലാവർക്കും മാച്ചാവുന്നൊരു ബൈക്കൊന്നുമല്ല. ചിലർക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫൺ ബൈക്സ് ആയിരിക്കും കൂടുതലിഷ്ടം. ചിലർക്ക് സ്പീഡ് വേണം, ചിലർക്ക് പ്രാക്ടിക്കാലിറ്റി. അപ്പോൾ ഹിമാലയൻ വാങ്ങാൻ റൈഡിങ്ങിനേക്കാളും ഇമ്പോർട്ടൻറ്റ് മെൻറ്റാലിറ്റിയാണ്. നമുക്ക് ഡെയിലി യൂസിന് അത്രത്തോളം ആപ്റ്റല്ല. ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിറ്റി റൈഡിങ്ങിൽ ഇതൊക്കെയാണ് അവസ്ഥ. ഇപ്പം ഞാൻ മഴയത്താണ് വണ്ടി ഓടിച്ചു വന്നത്. എനിക്കിപ്പോഴും കാല് പൊള്ളുന്നുണ്ടായിരുന്നു. അതായത് കുറച്ച് ദൂരമായി വണ്ടി ഓടിക്കുന്നു. നമ്മുടെ മഴവെള്ളം വീഴുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ പുകയായിട്ട് പോകുന്നുണ്ടായിരുന്നു. 450 cc ആണ്, ഒബ്വിയസ്ലി ചൂടാവും. ഈ വണ്ടിയും കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വെതറിൽ ഇപ്പോൾ നല്ല ചൂടാണ്, വേനൽ മഴ കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉച്ചക്കൊക്കെ ട്രാഫിക്കിലേക്കൊക്കെ ഇറങ്ങുന്നതാണെങ്കിൽ കാല് പൊള്ളാൻ റെഡിയായിട്ട് തന്നെ ഇറങ്ങേണ്ടി വരും. കാരണം വണ്ടിയുടെ വെയിറ്റും ഈ ഒരു ചൂടും ഒക്കെ കൂടെ നമ്മൾ മൊത്തത്തിൽ ടയർഡാവും. വണ്ടി എങ്ങനെ ഒരു ദിവസം മൊത്തം സിറ്റിയിലൊക്കെ ഓടിച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നവരാണെങ്കിൽ ഒറ്റ കിടപ്പിൽ നിങ്ങൾ ഉറങ്ങും. നിങ്ങളുടെ കാലിനും കൈക്കൊക്കെ നല്ല മസിൽ വരും. ഞാനത് കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞാണ്. എന്നാൽ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സിറ്റി റൈഡിൽ അത്രത്തോളം സ്യൂട്ടബിളായൊരു വണ്ടിയല്ല ഹിമാലയൻ. അപ്പോൾ ഇത്രയും ഫ്ലോസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഓണേഴ്സ് ഹിമാലയനെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്? ഒരുപാട് പേരുടെ ഡ്രീം ബൈക്ക് കൂടെയാണ്. എൻ്റെ ഡ്രീം ബൈക്കാണ് ഈ ഒരു വണ്ടി. വിസ്ട്രോമിൽ നിന്ന് നമ്മളിനി അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ഹിമാലയനിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹിമാലയൻ നമുക്ക് ഒരു മെഷീനായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല. കാരണം ഇപ്പം ഞാൻ എൻ്റെ വിസ്ട്രോമുമായിട്ട് ഒരു റൈഡ് പോവാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ധനുഷ്കോടി പോയി. നമ്മുടെ നാടിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് ദൂരം വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ലോൺലി ഫീലിംഗ് വരും. ആ സമയത്ത്
നമുക്ക് വണ്ടി എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടും. പീസ്ട്രോമിൻ്റെ എൻജിൻ ഭയങ്കര റിഫൈൻഡാണ്, NVH ലെവൽസ് വളരെ ലോ ആണ്. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്തും എൻജിൻ ഭയങ്കര സൈലൻ്റാണ്, എക്സോസ്റ്റ് നോട്ട് ഭയങ്കര ചില്ലാണ്. നമുക്ക് വണ്ടി ഓടുന്നത് പോലും കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് ഫീൽ ചെയ്യില്ല. എൻജിൻ വർക്കാവുന്നത് പോലും കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് എൻജിന് ഒരു ക്യാരക്ടറില്ല. ഇത്രയും ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരില്ല. നമ്മൾ സോളോ റൈഡ് പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ലോൺലി ആയിരിക്കും. വണ്ടിയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്, പക്ഷേ വണ്ടി നമ്മുടെ കൂടെയുണ്ട്. വണ്ടിയായിട്ട് നമുക്കൊരു കണക്ഷൻ അതെപ്പോഴും നമുക്ക് ഫീൽ ചെയ്യില്ല. കണക്ഷൻ ഫീൽ ചെയ്ത മൊമെൻറ്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമ്മൾ ത്രോട്ടിൽ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എൻജിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അത് പവറിലല്ല, വണ്ടിയുടെ എൻജിൻ്റെ സൗണ്ടിലും എക്സോസ്റ്റ് നോട്ടിലുമാണ്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് ഹിമാലയനിലാണ്. ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് സോളിലേക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന ടൈപ്പ് വണ്ടിയാണ്. ഞാനിപ്പോൾ ധനുഷ്കോടി പോയ സമയത്ത് എനിക്ക് ആ ഹൈവേയിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്, ഒരുപാട് തവണ എനിക്ക് എൻ്റെ മൈൻഡിലേക്ക് വന്നൊരു കാര്യമാണ് ഹിമാലയൻ എടുത്തിട്ട് ഒരു തവണ കൂടെ വരണം എന്നുള്ളത്. കാരണം വീസ്ട്രോമിൽ തന്നെ നമ്മൾ ക്രൂസ് ചെയ്തത് ഏകദേശം 135, 140 ആ ഒരു സ്പീഡിലാണ്. കാരണം അത്രയും കിടിലൻ റോഡാണ്. ഹിമാലയൻ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വല്ലാത്തൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇത് കുറച്ചും കൂടെ നമ്മൾ വണ്ടിയുടെ ഉള്ളിലിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഈ ഒരു വെയിറ്റും അതുപോലെ തന്നെ ഈ ഒരു പവറും ടോപ്പ് എൻഡും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹൈവേയിൽ ഹിമാലയൻ എങ്ങനെ പെർഫോം ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഹിമാലയൻ എടുത്തതിന് ശേഷം ഒരു ധനുഷ്കോടി റൈഡ് കൂടി അടിക്കും. ഇന്ത്യയിലുള്ള ഒരു ബെസ്റ്റ് ബൈക്കൊന്നുമല്ല ഹിമാലയൻ, പക്ഷേ അതല്ല ഈ ബൈക്കിൻ്റെ പോയിൻ്റ്. ചില ബൈക്കുകൾ പെർഫോമൻസിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്നതാണ്, ചിലതൊക്കെ പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഹിമാലയൻ എന്ന് പറയുന്നത് സ്റ്റോറീസിന് വേണ്ടി ഉണ്ടാക്കിയവരാണ് എനിക്ക് തോന്നുന്നത്. അവസാനം നമ്മൾ യാത്രകളെ സ്നേഹിക്കുന്ന ഒരാളായി മാറും. എനിക്കത് 100% ഉറപ്പാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഹിമാലയൻ വാങ്ങി നോക്ക്, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.